പത്തരമാറ്റിൻ്റെ കിരീടൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയുടെയും ആബിയുടെയും ഒക്കെ ക്രൂരതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നവ്യയെ വെച്ച് അവർ കളിക്കുകയാണ്. അത് ദേവയാനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ നവ്യയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അബിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് അറിഞ്ഞാൽ അവൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുക, സ്വയം ജീവിതം നശിപ്പിക്കുമോ എന്നുള്ള ആ ഒരു വേവലാതിയും പേടിയും ദേവയാനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലജയെ നിലക്ക് നിർത്താനാണ് നമ്മുടെ ദേവയാനി തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ജലജ നമ്മുടെ ദേവയാനിയുടെ അടുത്ത് അഹങ്കാരം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എടി, നിന്റെ മകനെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ അനന്തപുരിയിലെ അച്ഛന് വേണ്ടിയിട്ട് വാലാട്ടി നിന്നുണ്ടാക്കിയ പണത്തേക്കാൾ അപ്പുറം ഇനി എൻ്റെ മരുമകൾ സമ്പാദിക്കും. എൻ്റെ മരുമകൾക്ക് നല്ല നല്ല ഓഫറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അനന്തപുരി ജ്വല്ലറിക്ക് എതിരായിട്ട് മത്സരിക്കുന്ന ജ്വല്ലറിക്ക് ഫാഷനായിട്ട് മോഡലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നവ്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അനന്തപുരിയിലെ ജ്വല്ലറിക്ക്, മൂർത്തിസ് ജ്വല്ലറിക്ക് വരെ തിരിച്ചടിയാവും. എടി, ഇങ്ങനെയെങ്കിലും അച്ഛനൊരു കൊട്ടു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേവയാനിയാണെങ്കിൽ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിന്നെപ്പോലെ തെരുവിൽ നടക്കേണ്ടവളെ എടുത്ത് വളർത്തി അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. ആ ഒരു വലിയ തെറ്റ് മാത്രമാണ് ഇപ്പോൾ അച്ഛൻ ചെയ്തിരിക്കുന്ന തെറ്റ്. നിനക്ക് അഭയം തന്നത്, ആ നന്ദി പോലും നീ കാണിക്കുന്നില്ലല്ലോടി. നിന്നെ ഒന്നും ഇനി വെച്ച് പുറപ്പിക്കാൻ പാടില്ല. നീ എന്താ കരുതിയത്? നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളൊക്കെ ഇവിടെ സഹിച്ച് ജീവിക്കുന്നത്. അതിൻ്റെ വല്ലതും നീ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടത്തി എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹിക്കുന്നുവെന്നോ? ഞങ്ങളെയല്ലേ നിങ്ങളെല്ലാവരും ദ്രോഹിക്കുന്നതും പുറത്താക്കുന്നതും? നിങ്ങളുടെ മകൻ, ഏട്ടത്തിയുടെ മകന് തെറ്റ് ചെയ്തിട്ടൊന്നും അതിനൊന്നും ശിക്ഷിക്കാൻ ആരും ഇല്ലല്ലോ. എൻ്റെ മകൻ്റെ പിന്നാലെയാണല്ലോ എല്ലാവരുടെയും കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിർത്തടി, ആരാ തെറ്റ് ചെയ്തത്? ഇനി നീ സത്യം അറിയാതിരുന്നാൽ ഇനിയും എൻ്റെ മെക്കെട്ട് കയറാനും എൻ്റെ മകനെ പറയാനും എൻ്റെ മരുമകളെ പറയാനും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് ഇനി നീ സത്യങ്ങൾ അറിയണം. ഇവിടെയുള്ള ചന്തുമോള് എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ, അത് എൻ്റെ മോൻ്റെ കൊച്ചല്ല, നിൻ്റെ മകൻ്റെ അബിക്ക് മറ്റൊരു സ്ത്രീയിൽ, അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയിലുണ്ടായ കുഞ്ഞാണ്. അതേടി, ചന്തുമോളുടെ അച്ഛൻ നിൻ്റെ മകനാണ്, അബിയാണ് എന്ന് വെട്ടി തുറന്ന് പറയുകയാണ്. അതിലാകെ ഞെട്ടിത്തരിച്ച് എന്താണ് ഈ ഏട്ടത്തി പറയുന്നത് എന്നുള്ളത് ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇതിൻ്റെ തെളിവുകൾ വേണമെങ്കിൽ നിനക്ക് ഞാൻ നിരത്തി കാണിക്കാം. നീ എന്താ വിചാരിച്ചത്? ആദർശ തെറ്റുകാരനല്ല എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ നീ കരുതിയത് ഞാൻ വെറുതെ പറയുന്നു എന്നാണോ? എന്നാൽ നീ ഒന്ന് ഓർത്തോ, എൻ്റെ ആദർശമല്ല തെറ്റ് ചെയ്തത്. നവ്യയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് അബിക്കും അറിയാം. അബി എല്ലാം അറിഞ്ഞിട്ടും നാടകം കളിക്കുകയാണ്. നിന്നെയും നിൻ്റെ മരുമകളെയും ഒക്കെ അവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നീ വളർത്തിയ മകൻ ഇത്രയും നാണം കെട്ടൊരുവനായി പോയല്ലോടി. ഇപ്പം എങ്ങനെ ആവാതിരിക്കും? നിൻ്റെ സ്വഭാവം മോശമായാൽ പിന്നെ മകൻ്റെ സ്വഭാവം അതിനേക്കാളും മോശമാവില്ലേ? എൻ്റെ മകൻ ഏതായാലും ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയത്. അതിൻ്റെ ഒരു ധൈര്യവും അഹങ്കാരവും എനിക്കുണ്ടടി എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങും നമ്മുടെ ജലജയ്ക്കിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനി ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ജീവിക്കും. ഞാൻ പറയുന്നത് എന്താണോ അത് നീ ചെയ്യും. ഞാൻ എടുക്കാൻ പറഞ്ഞാൽ എടുക്കണം, വെക്കാൻ പറഞ്ഞാൽ വെക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നവ്യയോട് വെട്ടിത്തുറന്ന് പറഞ്ഞ് നിന്നെയും മകനെയും ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കിക്കുമെടി എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. ജലജാണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ ദേവയാനിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ജലജയാണ് എല്ലാവരും കാണാനിടയാകുന്നത്. അങ്ങനെ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ അമ്മായിയൊക്കെ വെല്ലുവിളിച്ചതായിരുന്നല്ലോ, ഇപ്പോൾ അമ്മായി പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കുന്ന അമ്മയാണല്ലോ ഞാൻ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ എൻ്റെയൊക്കെ അടവാണ്, അല്ലാതെ വേറൊന്നല്ല. അവനെയും മകനെയും ഒക്കെ എനിക്ക് ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോപ്പിട്ടൊക്കെ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊന്നുമല്ല, എന്തോ അമ്മ ഭയക്കുന്നുണ്ട്, അതാണ് അമ്മായി പറയുന്നത് കേട്ടിട്ട് അമ്മ ചൊൽപ്പടിക്ക് നിൽക്കുന്നത്. എന്താ അബി, ഞാൻ പറഞ്ഞത് ശരിയാണോ? നിനക്കും തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. എന്തിനാ അമ്മ ഇങ്ങനെ അമ്മായി പറയുന്നതും കേട്ടിട്ട് നാണം കെട്ട് നിൽക്കുന്നത്? ഇപ്പോൾ നമുക്ക് അഹങ്കരിക്കാവുന്നതൊക്കെ നവ്യയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ അമ്മ എന്തിനാ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജലജ, എണ്ണം കെട്ടവൻ, എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട, നീ കാരണമാണ് എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും അബിയോടത് തുറന്ന് പറയുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ജലജ നിൽക്കുന്നത്. അപ്പോൾ ഇനി ദേവയാനി ജലജയെ കൊണ്ട് രസകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം.